ജനപ്രതിനിധികൾ, മന്ത്രിമാർ, മറ്റുദ്യോഗസ്ഥർ, നാട്ടുകാർ, ബന്ധുക്കൾ അടക്കം നിരവധി പേരുടെ സാന്നിധ്യം അവിടെയുണ്ട്. ഇന്നലെ അർദ്ധരാത്രിയിൽ മാധ്യമങ്ങളിലൂടെയാണ് അപകട വിവരം പല ബന്ധുക്കളും അറിയുന്നത്. അങ്ങനെ കിട്ടുന്ന പെട്ടെന്നുള്ള ഗതാഗത സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി പലരും ഇങ്ങോട്ടേക്കും എത്തിച്ചേരുന്നതേ ഉള്ളൂ. അവർക്ക് ആർക്കും ഇത് താങ്ങാൻ കഴിയുന്നതല്ല. പലരും തങ്ങളുടെ കുട്ടികളുടെ വിയോഗം, ആ മൃതദേഹം കണ്ട് അത് താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിയ പലരുമുണ്ട്. ശരണ്യ, പൊതുദർശനം എത്ര സമയം കൂടി തുടരും? ഗവർണർ അവിടേക്ക് എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടില്ലേ? ഗവർണർ ഇവിടെ എത്തിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഇത് അദ്ദേഹം ഇപ്പോൾ കടന്നു വരുന്ന ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ നൽകാൻ കഴിയും. ക്യാമ്പസിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം 10:45 തന്നെ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടിരുന്നു എന്നുള്ള വിവരമാണ്. ഗവർണർ തുടരുക. നമുക്ക് ഗവർണർ അവിടേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് ഗവർണർ ഇപ്പോൾ പൊതുദർശന ചടങ്ങിൽ അവിടെ എത്തിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് പോകും.
ശരണ്യ, ഗവർണർ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. പൊതുദർശനം ഉടൻ പൂർത്തിയാകുമോ? പൊതുദർശനത്തിന്റെ സമയം ക്രമീകരിച്ച് അറിയിച്ചിരുന്നില്ല. 12 മണിക്ക് പൊതുദർശനം ആരംഭിക്കും എന്നുള്ളത് മാത്രമാണ് പറഞ്ഞിരുന്നത്. എന്തായാലും അതിന് ഒരുപാട് മുൻപ് തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് മൃതദേഹം ഇവിടേക്ക് എത്തിക്കാനായി കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഗവർണർ എത്തിയിട്ടുണ്ട്. ഒപ്പം അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് ജനപ്രതിനിധികൾക്കൊപ്പം അദ്ദേഹം ഇവിടെ ഈ പൊതുദർശനം നടക്കുന്നതിന് തൊട്ടടുത്ത് ഉള്ള സ്ഥലത്ത് മുറിയിലേക്ക് അദ്ദേഹത്തിന് ഇരിക്കാനായുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ്. ഈ ഗവർണർ മാത്രമല്ല, നിരവധി വിദ്യാർത്ഥികളും നാട്ടുകാരായ ആളുകളും ഇവരെ അവസാനം എന്ന് കാണുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും കാണാൻ അവസരം നൽകും എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ കണ്ണൂർ സ്വദേശിയുടെ മൃതദേഹം അല്പം നേരത്തെ എടുക്കേണ്ടതുണ്ട് എന്നാണ് അവിടെ നിന്നുള്ള കുടുംബാംഗങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. മോർച്ചറിയിൽ നിൽക്കുമ്പോൾ അവരങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ കൊണ്ടുപോകുമോ എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളൊക്കെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഇപ്പോഴും സഹപാഠികൾക്ക് അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങിപ്പോവുകയാണ്. കുട്ടികളുടെ ചികിത്സയെ സംബന്ധിച്ച് മറ്റു കാര്യങ്ങളൊക്കെ ഗവർണർ മന്ത്രി വീണ ജോർജും ഒപ്പം തന്നെ പി പ്രസാദ് അടക്കമുള്ള ആളുകളോട് ചോദിച്ചറിയുന്നുണ്ട്. ഒപ്പം തന്നെ ആശുപത്രി അധികൃതരോടും അത് സംബന്ധിച്ച വിശദാംശങ്ങൾ അദ്ദേഹം തേടുകയാണ്. നമുക്കറിയാം, ഒരുപക്ഷെ അദ്ദേഹം വരുന്നതിന് മുൻപ് തന്നെയാണ് ഒരു മെഡിക്കൽ ബോർഡ് അടിയന്തരമായി കൂടുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ അവിടെ നടന്നിട്ടുള്ളത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ബ്രീഫ് ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കും, അത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയായിരിക്കും. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ ഇവിടെ അല്പസമയം മുമ്പ് എത്തിയിരുന്നു. എന്തായാലും ഗവർണർ ഇവിടെ തന്നെ തുടരുകയാണ്. വിദ്യാർത്ഥികൾക്ക് അന്തിമോപചാരം അർപ്പിച്ച ശേഷം മൃതദേഹങ്ങൾക്ക് തൊട്ടരികിലായി തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ തുടരുകയാണ്. ഇപ്പോഴും നിരവധി വിദ്യാർത്ഥികൾ അവിടെ എത്തി തങ്ങളുടെ സഹപാഠികളെ അവസാനമായി ഇന്ന് കണ്ടുപോകുന്നു. വളരെ സങ്കടകരമായ നിമിഷങ്ങളെന്ന് തന്നെ പറയാം. കുട്ടികളുടെ ചിത്രങ്ങൾ കാണുന്ന ആർക്കും അത് സഹിക്കാൻ കഴിയില്ല. പൊതുദർശനം വേഗത്തിലാക്കാനുള്ള നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. വളരെ വേഗത്തിൽ കാണിച്ച്, അതായത് ഉടൻ തന്നെ മൃതദേഹം ഇവിടെ നിന്ന് എടുക്കും എന്നുള്ളതിൻ്റെ സൂചന ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. പൊതുദർശനം വേഗത്തിലാക്കാനുള്ള നിർദ്ദേശം പോലീസ് ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. സജിത്ത്, എന്തായാലും ഈ കുട്ടികൾ ഇവരുടെ മൃതദേഹങ്ങൾ ജന്മനാടുകളിലേക്ക് പോകും. ഒപ്പം തന്നെ ലക്ഷദ്വീപ് സ്വദേശിയായ വിദ്യാർത്ഥിയുടെ സംസ്കാരം നടക്കുക എറണാകുളം മാർക്കറ്റ് പള്ളിയിലായിരിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ബന്ധു അറിയിച്ചിട്ടുള്ളത്. ലക്ഷദ്വീപിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നില്ല എന്നുള്ള കാര്യമാണ്. മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ സംസ്കാരം കേരളത്തിൽ ഇവിടെ എറണാകുളത്ത് മാർക്കറ്റ് പള്ളിയിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. ഗവർണർ ഇപ്പോൾ സന്ദർശന ശേഷം അന്തിമോപചാരം അർപ്പിച്ച ശേഷം അദ്ദേഹം തിരിച്ച് ഇറങ്ങുകയാണ്. അദ്ദേഹം ഇറങ്ങുന്നു. ഈ കോളേജിൻ്റെ കോറിഡോറിൽ നിന്നും ഇറക്കുന്ന വിദ്യാർത്ഥികളെ പ്രദർശനം ഇപ്പോൾ അവസാനിപ്പിക്കും. മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി തുടങ്ങിയിട്ടുണ്ട്. സ്ട്രക്ചർ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ആംബുലൻസിലേക്ക് മൃതദേഹം എടുക്കാൻ പോകുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സജിത്ത്, ഈ പൊതുദർശനം ഉടൻ തന്നെ അവസാനിപ്പിക്കും. കാരണം മൃതദേഹങ്ങൾ എടുക്കാനുള്ള ക്രമീകരണങ്ങൾ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആ വിദ്യാർത്ഥികൾ, വളരെ ദുഃഖകരമായ സാഹചര്യത്തിൽ ആ വിദ്യാർത്ഥികൾ ഇവിടെ നിന്നും യാത്ര പറഞ്ഞു പോവുകയാണ് എന്നുള്ളതാണ്. എടുക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. മലപ്പുറം സ്വദേശിയായ വിദ്യാർത്ഥി, മലപ്പുറത്ത് അച്ഛനും അമ്മയും മലപ്പുറത്താണ് ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൽ ആകപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടേത്. ദേവാനന്ദിൻ്റെ സംസ്കാരം നടക്കുക പാലായിലായിരിക്കും എന്നുള്ളതാണ്. ബന്ധുക്കൾ, അച്ഛനും അമ്മയും ജോലി സംബന്ധമായാണ് മലപ്പുറത്ത് നിൽക്കേണ്ടി വന്നിട്ടുള്ളത്. അവരുടെ അച്ഛൻ്റെ ജന്മസ്ഥലമായ പാലായിലേക്കാണ് ദേവാനന്ദിൻ്റെ മൃതദേഹം കൊണ്ടുപോകുന്നത്. ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ ഖബറടക്ക ചടങ്ങുകൾ നടക്കുക എറണാകുളം മാർക്കറ്റ് പള്ളിയിലാണ് എന്നുള്ളതാണ്
കുടുംബാംഗങ്ങൾ അറിയിച്ചിട്ടുള്ളത്. കണ്ണൂർ സ്വദേശി മുഹമ്മദ് അഫ്സൽ ജബ്ബാറിനെ സ്വന്തം നാട്ടിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. പാലക്കാട് സ്വദേശി ശ്രീതി വത്സനും അങ്ങോട്ട് തന്നെയാണ് മടങ്ങുന്നത്. ഒപ്പം തന്നെ ചേർത്തല മലപ്പുറം കോട്ടയം സ്വദേശിയായ, അതായത് അഡ്രസ്സിൽ കോട്ടയമാണ് ആയുഷിൻ്റെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ആയുഷിൻ്റെ അച്ഛൻ്റെ വീട് കാവാലത്താണ്. ആയുഷ് ഷാജിയുടെ സംസ്കാരം നടക്കുക ആലപ്പുഴ ജില്ലയിൽ തന്നെ, ആലപ്പുഴ കാവാലത്താണ്. അവർ കുടുംബമായി തന്നെ ഇൻഡോറിലായിരുന്നു ഇവരെല്ലാവരും ഉണ്ടായിരുന്നത്. ആയുഷിൻ്റെ പഠനമൊക്കെ അവിടെയായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് എത്തിയതാണ്. അച്ഛനും അമ്മയും ഇപ്പോൾ അച്ഛനും ഇപ്പോൾ ഇവിടേക്ക് ഇൻഡോറിൽ നിന്ന് ഇന്ന് എത്തുകയാണ് ഉണ്ടായത്. കാവാലത്ത് സംസ്കാരം നടത്തും എന്നുള്ളതാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. ഒരു വിദ്യാർത്ഥി മാത്രമാണ് ആലപ്പുഴയിൽ നിൽക്കുക. ബാക്കിയുള്ള മുഴുവൻ പേരെയും അവരുടെ അതാത് സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ യാത്രയിൽ കണ്ണീരോടുകൂടി ക്യാമ്പസ് അവർക്ക് വിട നൽകുകയാണ്. ഒരാളുടെ മൃതദേഹം ഇപ്പോൾ അവിടെ നിന്നും ക്യാമ്പസിൽ നിന്നും എടുത്തിരിക്കുന്നു. പൊതുദർശന ചടങ്ങുകൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ജന്മനാട്ടുകളിലേക്ക് സംസ്കാരത്തിന് വേണ്ടി കൊണ്ടുപോവുകയാണ്. തങ്ങൾ പഠിച്ചിരുന്ന കലാലയത്തിൽ നിന്നും ആ കുട്ടികൾ മടങ്ങുകയാണ്. ചേതനയറ്റ ശരീരമായി മടങ്ങുകയാണ്. അങ്ങേയറ്റം വികാര വായ്പകളോടെയാണ് ആ നിമിഷങ്ങൾ അവിടെ കാണാനാവുക. പ്രിയപ്പെട്ടവരുടെ മൃതദേഹം കണ്ട് വിറങ്ങലിച്ച് നിൽക്കുകയാണ് പല ബന്ധുക്കളും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ഒപ്പം മന്ത്രി വീണ ജോർജ്, പി പ്രസാദ് അടക്കമുള്ള ജനപ്രതിനിധികളും മന്ത്രിമാരും അടക്കമുള്ളവരുടെ സാന്നിധ്യം അവിടെയുണ്ട്. വൈകാരിക നിമിഷങ്ങളിലൂടെ ആലപ്പുഴ മെഡിക്കൽ കോളേജുകൾ കടന്നുപോകുകയാണ്.